ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടയ്ക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. യെസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അങ്ങനെ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസിൻ്റെ ഫിനാലയുടെ എവിക്ഷൻ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ആദ്യ എവിക്ഷനിലൂടെ വലിയ അത്ഭുതങ്ങളൊന്നുമില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞതിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ മുടിയൻ പുറത്തു പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എവിക്ഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഏതാനും മിനിറ്റുകൾക്കകം മുടിയൻ പുറത്തു പോകുമെന്നാണ് കുറേയധികം പേർ പറഞ്ഞിരുന്നു അഭിഷേകാണ് പോകുന്നതെന്ന്. എന്നാൽ എനിക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ അനുസരിച്ച് തുടക്കം മുതൽ ഇതിലൊരു മാറ്റമില്ലായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഈ ഒരു പാറ്റേണിലാണ് വോട്ടിംഗ് പോയത്. ഇനി ഏവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വിന്നർ ആരാണെന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. സംശയലേശമെന്യേ ജിൻഡോ എന്ന ജിൻഡപ്പൻ വിജയിയാകുമെന്നുള്ളതിൻ്റെ 100% സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൻഡോയെ അട്ടിമറിക്കാൻ ഒരു ഘട്ടത്തിലും ഒരു മത്സരാർത്ഥിയും സാധിച്ചില്ല. ജാസ്മിനായിരുന്നു ഏറ്റവും വലിയ ശക്തിയായ എതിരാളിയായി ജിൻഡോയ്ക്കെതിരെ കളിച്ചത്. എന്നാൽ അവസാന നിമിഷം അർജുൻ്റെ വലിയ പ്രതിരോധം തീർത്ത് ജിൻഡോയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയായിരുന്നു. എന്നാൽ ഈ വെല്ലുവിളി ഒന്നും ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകരുടെ വോട്ടിങ്ങിനെ മറികടക്കത്തക്കതായിരുന്നില്ല. ജിൻഡോയെ അട്ടിമറിക്കാൻ ഒരു ഘട്ടത്തിലും ഒരു മത്സരാർത്ഥിക്കും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അർജുൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഭീഷണി, അതുപോലെ തന്നെ ശ്രീതു ഫാൻസ്, അതുപോലെ തന്നെ ജാസ്മിന് വേണ്ടി സായി കൃഷ്ണ, കണ്ണൻ സായി ഫാൻസ്, സിജോ ഫാൻസ്, അതുപോലെ തന്നെ ഗബ്രി ഫാൻസ്, ജബ്രി കോംബോ, ഇവരെല്ലാം അണിനിരന്നിട്ടും ജിൻഡോയെ അട്ടിമറിക്കാൻ ഒരു ഘട്ടത്തിലും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന അഭിഷേകാണ്. അഭിഷേക് വൈൽഡ് കാർഡായി വന്നതാണ്. അഭിഷേക് 4ാം സ്ഥാനം നിലനിർത്തിയെന്ന് പറയുന്നത് അഭിഷേകിനെ സംബന്ധിച്ച് നേട്ടം തന്നെയാണ്. ഒരുപക്ഷെ വൈൽഡ് കാർഡ് അല്ലാതെ തുടക്കം വന്നിരുന്നെങ്കിൽ തീർച്ചയായും ഇതിലും മുന്നേറ്റം അഭിഷേകിന് ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. നല്ല രീതിയിൽ ഫിസിക്കൽ ടാസ്കൊക്കെ കളിച്ചൊരു മത്സരാർത്ഥിയാണ് അഭിഷേക്. ഒരുപക്ഷെ 3rd പൊസിഷൻ അഭിഷേക് അറിയിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അർജുൻ വളരെ നല്ല മികച്ച പ്ലെയർ തന്നെയാണ്. ജാസ്മിൻ്റെ കാര്യം എടുത്താൽ ആക്ച്വലി ജാസ്മിൻ സെക്കൻഡ് വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ലാലേട്ടൻ്റെ ഇടത്ത് ഭാഗത്ത് ജാസ്മിൻ നിൽക്കുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ലാലേട്ടൻ്റെ ഇടതും വലതുമായി അർജുനും ജിൻഡോയുമാണ് ഫിനാലയിൽ വരികയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഷൂട്ടിംഗ് വിന്നറിലേക്ക് എത്തുന്നത് ഏതാണ്ട് 9 മണി 9:30 ആ സമയത്തായിരിക്കാം. ഇനിവേ ആദ്യ എവിക്ഷനിലൂടെ മുടിയൻ പുറത്തായെന്നുള്ള അത്യന്തം വേദനാജനകമായ ഒരു ന്യൂസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മുടിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീസണിൽ ആദ്യം തൊട്ട് അവസാനം വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിച്ചൊരു വ്യക്തിയാണ്. ഏറ്റക്കുറച്ചിലുകൾ ഒന്നുമില്ല. ആദ്യം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അവസാനവും. ഇടയ്ക്ക് ഡൗൺ ആയി പോവുക, പിന്നീട് കയറി വരിക, അത്തരം പരിപാടികളൊന്നും മുടിയനില്ലായിരുന്നു. മുടിയൻ ഒരു ലെവലിലാണ് കളിച്ചത്. അത് അത്ര വലിയ കളിയായും തോന്നിയില്ല. ഒരു ആവറേജ് രീതിയിൽ കളിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു കോംബോ പിടിച്ചു അൻസിബിയായിട്ട്. അതൊന്നും വലിയതായിട്ട് ക്ലിക്കായെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിവേ മറ്റ് പ്രഗത്ഭരായ മത്സരാർത്ഥികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുടിയനൊക്കെ ഇതുവരെ എത്താൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിലും നല്ല രീതിയിൽ മുടിയന് കളിക്കാമായിരുന്നു. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണ്. സോ മുടിയൻ്റെ ആ ഒരു കഴിവിനനുസരിച്ച് മുടിയന് പുറത്തെടുക്കാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ ആദ്യ എവിഷനിലൂടെ മുടിയൻ പുറത്താകുമ്പോൾ അടുത്തത് അഭിഷേക് ശ്രീകുമാറാണ്. അതിനുശേഷമാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ആ ഒരു എവിഷൻ ഉണ്ടാവുക. 3ാം സ്ഥാനത്ത് പുറത്താകുന്നത് ജാസ്മിൻ ആണെന്നുള്ള ഏറ്റവും വേദനാജനകമായ ഒരു ന്യൂസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒരുപക്ഷെ ജാസ്മിൻ്റെ ആർമിക്ക് അല്ലെങ്കിൽ കണ്ണൻ സായി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജാഫർക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലുളവാക്കുന്ന അല്ലെങ്കിൽ അവരെ ദുഃഖത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു എവിക്ഷനായിരിക്കും നടക്കാൻ പോകുന്നത്. ജാസ്മിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രോത്സാഹനവും അതുപോലെ തന്നെ വോട്ട് പിടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ സജീവമായി കണ്ണൻ സായി ഉൾപ്പെടെയുള്ള ആളുകൾ, ഗബ്രി ആർമി അല്ലെങ്കിൽ ജബ്രി കോംബോ, ഇവരൊക്കെ ജാസ്മിന് വേണ്ടി പല ഇടപെടലുകളും നടത്തിയിരുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും ജിൻഡോയോ അർജുനെ പോലും അട്ടിമറിക്കാൻ സാധിച്ചില്ല. എനിവേ കൂടുതൽ എവിക്ഷൻ വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.